ഇതാണ് വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള വീടിൻ്റെ അവസ്ഥ. മൊത്തം അലങ്കോലമായി കിടക്കുകയാണ്. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ റെഫ്രിജറേറ്ററൊക്കെ താഴെ വീണ് കിടക്കുകയായിരുന്നു. പിന്നെ ആകെ ചളിയും മണ്ണും വെള്ളവും. ഭാഗ്യത്തിന് ഇപ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിൽ വെള്ളം വീട്ടിൽ നിന്നും വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തെ വെള്ളപ്പൊക്കത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം കുറച്ച് വെള്ളം മാത്രമേ വീടിനകത്ത് കയറിയിട്ടുള്ളൂ. വെള്ളം കയറി പിറ്റേ ദിവസം ഈവനിങ് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ആ സമയം വീട്ടിൽ നിന്നും റോഡിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുന്നതേ ഉള്ളൂ. വീടിൻ്റെ ചുമരിലും ഫ്ലോറിലൊക്കെ ചെളി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഇറങ്ങുന്ന ആ ടൈമിൽ തന്നെ വീട്ടിലേക്ക് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ വീട്ടിലേക്ക് പോയ ടൈമിൽ റോഡിലൊക്കെ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള 2-3 മോപ്സൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. കാരണം ഒരുപാട് മോപ്സിൻ്റെ ആവശ്യം വരും. ഇന്നത്തെ ക്ലീനിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം ചുമരിലൊക്കെ ചെളി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിറ്റേ ദിവസത്തെ ക്ലീനിങ്ങിലാണ് നമ്മൾ സോപ്പ് പൗഡറും ഡെറ്റോളൊക്കെ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക. അങ്ങനെ വീട്ടിലെത്തി. വീട്ടിലെ മുറ്റത്തൊക്കെ ഇത്രയും വെള്ളം നിൽക്കുന്നുണ്ട്. അകത്തുനിന്നൊക്കെ വെള്ളം ഏകദേശം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴുള്ള അവസ്ഥയാണിത്. ഇപ്രാവശ്യം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അനിയൻ്റെ 2 ഫ്രണ്ട്സായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇവർ വന്നതുകൊണ്ട് ക്ലീനിങ് ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് കഴിഞ്ഞു. വാതിലടച്ചിട്ടത് കൊണ്ട് അകത്തൊക്കെ കുറച്ച് ചെളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. റൂമിൽ നിന്ന് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം റെഫ്രിജറേറ്റർ വീണ് കിടക്കുകയായിരുന്നു. ഞങ്ങളിത് ജനലിലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് വീണതെന്ന് അറിയില്ല. ഇങ്ങനെ വെള്ളത്തിൽ വീണ റെഫ്രിജറേറ്ററൊക്കെ അന്ന് തന്നെ നമ്മൾ മദർ ബോർഡൊക്കെ ഹീറ്റ് ചെയ്ത് ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം. അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. സ്വിച്ച് ബോർഡിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ഡേഞ്ചറസ് ആണ്, ഷോക്ക് അടിക്കും. അപ്പോൾ ടെസ്റ്റർ യൂസ് ചെയ്തിട്ട് ഷോക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ക്ലീനിങ്ങിന് ഇറങ്ങിയാൽ മതി. ഇവിടെ സ്വിച്ച് ബോർഡിലേക്കൊന്നും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ടെസ്റ്റ് ചെയ്തിരുന്നു. കിച്ചണിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. ഇവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വെള്ളം പൊങ്ങുന്ന ദിവസം സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും വെള്ളം പൊങ്ങലും അതുപോലെ തന്നെ വെള്ളം ഇറങ്ങലും. ഇന്നത്തെ ക്ലീനിങ് മെയിനായിട്ട് വെള്ളം വന്ന ഭാഗത്തൊക്കെ ചെളി കളയലാണ്. നാളെയും മറ്റന്നാളുമാണ് മെയിൻ ക്ലീനിങ് ഒക്കെ നടക്കുക. സോപ്പ് പൗഡറും ഡെറ്റോളൊക്കെ ഇട്ടിട്ട് 3-4 പ്രാവശ്യമാണ് നാളെയും മറ്റന്നാളൊക്കെ ക്ലീൻ ചെയ്യുക. അതുപോലെ കിണർ കംപ്ലീറ്റ് ആയിട്ട് വറ്റിച്ചെടുക്കണം. പിന്നെ നമ്മുടെ ടാങ്ക് ക്ലീൻ ചെയ്യണം. വെള്ളപ്പൊക്കത്തിന് ശേഷം അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. പിന്നെ ക്ലീൻ ചെയ്ത് ചുമരൊക്കെ ഡ്രൈ ആകാൻ ഏകദേശം ഒരു 3-4 ദിവസമൊക്കെ എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇങ്ങോട്ട് താമസം ഷിഫ്റ്റ് ചെയ്യാൻ പറ്റൂ. ഈ റൂമിലെ കട്ടിലുണ്ടാക്കിയിട്ടുള്ളത് സ്റ്റീൽ കൊണ്ടാണ്. വെള്ളപ്പൊക്കം വരാൻ ചാൻസ് ഉള്ള വീടുകളിലെ ഫേർണിച്ചറൊക്കെ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെള്ളം വന്നാലും വീട്ടിലെ ഫേർണിച്ചറുകൾക്ക് ഒരു കേടുപാടും സംഭവിക്കുകയില്ല. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് താമസം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. കാരണം വെള്ളം ഇറങ്ങാനും വീട് ക്ലീൻ ചെയ്യാനും ഡ്രൈ ആകാനും കിണർ വറ്റിക്കാനും അങ്ങനെ ഒരുപാട് ദിവസങ്ങളാണ് പിടിക്കുന്നത്. നിങ്ങൾ സേഫാണോ, എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ഒരുപാട് പേർ മെസ്സേജ് അയച്ചിരുന്നു. ഞങ്ങളെല്ലാവരും സേഫായിരുന്നു. അതുപോലെ ഞങ്ങൾ താമസിച്ചത് ഉമ്മാടെ 2ാമത്തെ അനിയൻ്റെ വീട്ടിലായിരുന്നു. അകത്ത് നിന്ന് ഏകദേശം വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും വീടിന് പുറത്ത് ഇപ്പോഴും ഹാഫോളം വെള്ളമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ക്ലീൻ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വീട് കംപ്ലീറ്റ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 4 മണിക്കൂറോളം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പറയാതിരിക്കാൻ വയ്യ, അനിയൻ്റെ 2 ഫ്രണ്ട്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ അകം മാത്രമല്ല പുറം കൂടി കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം. ജനലിൻ്റെ ഫസ്റ്റ് കമ്പി വരെ മാത്രമാണ് വെള്ളം കയറിയത്. അതുകൊണ്ട് ഫസ്റ്റ് ദിവസത്തെ ക്ലീനിങ് കുറച്ചുകൂടി ഈസി ആയിരുന്നു. പക്ഷേ 2ാമത്തെ ദിവസത്തെ ക്ലീനിങ് വീട് മൊത്തമായിരുന്നു. നേരത്തെ കണ്ട വീട് നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്.
നെക്സ്റ്റ് ഇൻ്റർലോക്ക് ക്ലീനിങ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ വെള്ളം കുറച്ചുകൂടി ഇറങ്ങാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഇൻ്റർലോക്ക് ക്ലീനിങ് കുറച്ചുകൂടി ഈസി ആയിരുന്നു, കാരണം പ്രഷർ വാഷർ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്തത്. അങ്ങനെ ഏകദേശം വെള്ളം ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസത്തെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഫുൾ പ്രഷർ വാഷറായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അങ്ങനെ വീടിൻ്റെ അകവും അതുപോലെ തന്നെ പുറവും നന്നായിട്ടാണ് ക്ലീൻ ചെയ്തെടുത്തത്. ഈ പ്രഷർ വാഷർ കാരണമാണ് ഇൻ്റർലോക്ക് ഇത്ര ക്ലീൻ ആയിട്ട് കിട്ടിയത്. രണ്ടാമത്തെ ദിവസത്തെ ക്ലീനിങ്ങും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസത്തെ ക്ലീനിങ് നല്ല ടൈം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് ക്ലീൻ ചെയ്തത്. ഇതാണ് രണ്ടാമത്തെ ദിവസത്തെ ക്ലീനിങ്. ഫുൾ പ്രഷർ വാഷർ യൂസ് ചെയ്തിട്ടാണ് വീട് മൊത്തം ക്ലീൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 3-4 തവണയാണ് പ്രഷർ വാഷറൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ സോപ്പ് പൗഡറൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫൈനലി വീട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്.